ഹലോ ഗൈസ്, കുറേ ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പോൾ ഗാലറിയൊക്കെ നോക്കിയപ്പോൾ ഈ വീഡിയോസ് കാണുന്നത് ഞങ്ങളിവിടെ താലം പോണ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അന്നദാനമുണ്ട്. അമ്മയുടെ വീടാട്ടോ ഈ സ്ഥലം. നല്ല രസമുള്ള സ്ഥലം കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വള്ളത്തിനൊക്കെ പോയപ്പോൾ അടിപൊളിയായിരുന്നേ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ആകെ ടയേർഡായി ഞങ്ങൾ. അപ്പോൾ ആൾ ഉറങ്ങിപ്പോയിട്ടോ. മാമൻ്റെ മോനാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. വിളക്കൊക്കെ കത്തിച്ചു. നേരെ അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ടോ. കൃഷ്ണൻ കുഞ്ഞിനെ കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ. അതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്നു. അമ്പലത്തിലാണ് കുറേ താലങ്ങൾ, എന്തോരം താലം വരുന്ന. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും. ഗ്രൗണ്ട് കണ്ടു. ഇത് ഫുൾ അമ്പലത്തിൽ നിന്ന് കണ്ടിട്ടോ. കുറേ ഉണ്ട് ഗ്രൗണ്ട് അവിടെ. നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അമ്പലത്തിൽ ചെന്നാൽ പിന്നെ കപ്പലണ്ടി കഴിക്കണ്ടേ. നമ്മൾ ഈ മണ്ണിലേക്ക് ഇരിക്കുക, നമ്മൾ എന്തായാലും കപ്പലണ്ടി ഐസ്ക്രീം വാങ്ങിയാൽ കപ്പലണ്ടിയൊക്കെ വാങ്ങി. പിന്നെ അത് താലത്തിൻ്റെ കൊട്ടും കാര്യങ്ങളായിട്ട് കുറേ താലം ഉണ്ടായി. നല്ല രസമുണ്ട്. ചെറിയ കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അടിപൊളിയായിരുന്നേ. എന്താ പറയുക, നമ്മളിപ്പോൾ സാധാരണ ഒരു അമ്പലത്തിൽ ഒരു താലം 2 താലമൊക്കെ ഒരു ദിവസം ഇടുന്നത് അങ്ങനെയല്ല. പല സൈഡിൽ നിന്ന് ഇങ്ങനെ താലം വന്നുകൊണ്ടേ ഇരിക്കും, നിൽക്കുന്നില്ല വെച്ചാൽ ഒരു താലം വന്നേമ്പോൾ അടുത്ത താലം ഇങ്ങനെ നിൽക്കണേണ്. പിന്നെ ഞങ്ങളിത് ഇവിടെ എൻ്റെ അമ്മമ്മേനൊക്കെ നോക്കി നിൽക്കണ കേട്ടോ. അവളുടെ താലം വരാറായി. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിരുന്ന് മടുത്ത്. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് അമ്മമ്മയുടെയൊക്കെ താലം കേട്ടോ. അവിടെ എത്ര നേരം കഴിഞ്ഞിട്ടാണെന്നറിയോ വന്നേ. കുറേ നടക്കാനുണ്ട്. 2-3 സ്റ്റോപ്പുകൾ നല്ലോണം നടക്കാനുണ്ട്. അടിപൊളിയായിരുന്നു ഉത്സവമൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. നല്ല രസമുണ്ടായി കാണാനൊക്കെ താലങ്ങളൊക്കെ.